സാധനമാണോ? അതിപ്പോ കിട്ടിയില്ല. പക്ഷേ കുഞ്ഞിന് ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ പിടിച്ച് ഞെക്കാതെ കുഞ്ഞേ. ഫോറിനാ, സ്വദേശിയല്ല. ദുബായിനെ ഒരു കൊച്ചൻ എനിക്ക് കൊണ്ടുവന്ന് തന്നതാ. ഇത് കുഞ്ഞിനെ പോലുള്ളവർക്കേ ഇടാൻ പറ്റൂ. എന്റെ പ്രായത്തിലുള്ളവർക്ക് ഇടാൻ പറ്റത്തില്ല. കുഞ്ഞിന് വേണോ? എനിക്കെന്തിനാ? ഇനി ഈ പരിഷ്കാരം ഉള്ളതൊക്കെ ഇടണം. കല്യാണം കഴിക്കാൻ പോവല്ലേ? ആർക്കാ കല്യാണം? കുഞ്ഞിന്. എനിക്കറിയാൻ പാടില്ലെന്ന് വിചാരിച്ചോ? ആരാ ചെറുക്കനെന്നറിയാമോ? ഗോപിക്കുഞ്ഞ്, പഴയ പറമ്പിലെ പുത്തൻ പ്രതിക്കാരൻ. 100 ആയുസ്. പറഞ്ഞ ഉടനെ വരുന്നു. അയ്യോ കുഞ്ഞേ, എന്നെ വെള്ളത്തിൽ ഇട്ടോ. അയ്യോ കൊച്ചപ്പച്ചക്കാ, ഓടി വരണേ. ആരെങ്കിലും ഓടി വരണേ. അയ്യോ എന്നത് വെള്ളത്തിൽ പോയി. അയ്യോ പേരറിഞ്ഞൂടെ. ഇത് കാര്യം എന്തോന്ന് പറ. എന്താ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? അതിരിക്കട്ടെ, എന്തിനാ എന്നെ കണ്ട് ഓടിയത്? ആഹാ, ഇതാണോ ദീർഘനിശ്വാസം പോലല്ലയോ പൊങ്ങലും താഴെയും ചെയ്യുന്നത്? ബഹളം കൂട്ടാറുണ്ട്. എടുത്തു തരാം. ശാന്തമായി തിരിച്ചല്ലേ? ഞാൻ എടുത്തി അറിഞ്ഞിട്ടില്ലേ? പതുക്കെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ. ഞാൻ എടുത്തു തരാം. അയ്യോ, നടത്തു പോയല്ലോ. എന്തോടുക്കാനാ? ഓടി വായോ. എന്തോ മറിയച്ചേട്ടത്തിൽ ഏതാണ്ട് വെള്ളത്തിൽ പോയെന്ന്. പേരറിയാതെ എന്തോന്നെടുക്കാനാ? എന്തെങ്കിലും ഒരു പേര് പറ. എന്തോന്ന് പേര് പറയുന്നില്ല. ഒന്നെടുത്ത് വെള്ളത്തിൽ ചാടി എടുത്ത് കൊടുക്ക്. എടാ, പേര് ഊരുമൊന്നും അറിയാതെ സാധനം എടുക്കാൻ അറിഞ്ഞൂടെ? എനിക്ക് വെള്ളം അടിക്കാനേ അറിയാവൂ, വെള്ളത്തിൽ ചാടാൻ അറിയത്തില്ല. ഒന്ന് ഓടി എടുത്ത് ചാട്. ഒന്നെടുത്ത് ചാടാണ്. എടാ, മറിയച്ചേട്ടത്തിലാണ് സാധനം. ചാടാ. എന്നാ പിന്നെ എടുത്തത് എന്ന്. ഇതാണോ? അല്ല. ഇതാണോ? 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 അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അയ്യോ, അതെന്റെ കൈ. അതെന്റെ മുണ്ടോടാ. കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഇതാണോ? ഇതാണോ? നമുക്ക് ഒന്നിച്ച് കൊണ്ട് കൊടുക്കാം. നമുക്ക് രണ്ടുപേർക്കും ഓരോന്ന് കൊടുക്കാം. മറിയച്ചെടുത്തി പക്ഷേ ഒന്നിച്ച് കിട്ടില്ല, 2 പാർട്ടായി പോയി. അയ്യോ, ഇനി മറിയച്ചേട്ടത്തിക്ക് ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ചായക്കടയിൽ കൊണ്ടുപോയി ചായ സഞ്ചിയായിട്ട് ഉപയോഗിക്കാം. രണ്ടും. രണ്ടാക്കി കളഞ്ഞടാ. ഇതിന്റെ വില ഇനി ഞാൻ എങ്ങനെ കൊടുക്കും? നീ പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ നല്ലതും ചീത്തയും പറയാറായിട്ടില്ല. ആലോചിച്ച് തീരുമാനിക്കണം. ഗോപിയുടെ തറവാടിനെ പറ്റി നല്ല അഭിപ്രായമല്ല നാട്ടുകാർക്ക്. ആര് പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ? വിക്രമനും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അവന്റെ കാര്യമൊന്നും പറയണ്ട. അവൻ പറയുന്നത് വിശ്വസിക്കരുത്. എന്റെ മോനായി പോയല്ലോ, കഷ്ടം. ചേട്ടന്റെ അനന്തരവനാണെന്നോ നമ്മുടെ കുടുംബത്തിൽ പിറന്നതാണെന്നോ അവന്റെ പ്രവൃത്തി കണ്ടാ തോന്നുമോ? എല്ലാം എന്റെ തലവിധി. വിക്രമനെ ഈ നാട്ടുകാർക്ക് എന്തു ഭയമാണെന്നറിയാമോ? പാമ്പിനെയും പേപ്പെട്ടിയും ഭയപ്പെടുന്നത് ബഹുമാനം കൊണ്ടാണോ? അങ്ങനെ കരുതിയാ മതി. ഞാൻ പറഞ്ഞത് ഗീതയുടെ കാര്യം. അവക്ക് ഗോപിയെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ആകപ്പാടെ ഒരു സന്തതിയല്ലേ ഉള്ളൂ. അവിടെ മനസ്സ് നോവിപ്പിക്കരുത് ചേട്ടാ. വരട്ടെ, നീ പറയുന്നതിലും കാര്യമുണ്ട്. ധൃതി വെക്കണ്ട. അവളെപ്പോഴും സുഖമായി ജീവിക്കുന്നത് കാണുന്നതാണല്ലോ നമ്മുടെ സന്തോഷം. അതുകൊണ്ടാണ് ഞാനും ഇക്കാര്യം പറയാൻ വന്നത്. ശരി, നമുക്കതെപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കാം. നീ ഇപ്പൊ പോകുന്നില്ലല്ലോ? ഇല്ല. അകത്തോട്ട് ചെല്ല്, ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം.
കേടാ വിടുക. ഈ രാമനാഥ് പറഞ്ഞ പോലെയാ. ഞാനേ അവന്റെ ജോലിക്കാരനായിട്ട് നിന്നാ മതി പോലും. ജോലിക്കാരൻ, അവന്റെ ഒരു ജോലിക്കാരൻ. അവനെ തന്ത ജോലിക്കാരനാണ് സമ്മതിച്ചു. പറ്റിയ ജോലിക്കാരനല്ല. പിന്നെ ഈ വേറെ ഒരു രാമനായിട്ട് നടക്കില്ല. ആ നരന്തി ഒക്കെ എന്നോട് പറയാ അവനെ പടിക്ക് പുറത്താക്കണ്ട. ആശാൻ വിഷമില്ല. ആശാൻ പറഞ്ഞാൽ അവനെ ഞാൻ തട്ടും കുട്ടപ്പൻ തട്ടും. കുട്ടപ്പൻ തട്ടും. വേണ്ട, ഞാൻ തട്ടാം. വേണ്ടത് നിങ്ങൾ രണ്ടുപേരും തട്ടണ്ട. അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. അവനെ കൊണ്ട് കാര്യമുണ്ട്. അവനെ ഞാൻ തട്ടും. ഈ രാമൻ നായർ തട്ടും. അവൻ കുടിച്ച് പട്ടിയെ പോലെ പുല്ലുപോലെ ഇവിടെ നിന്ന് പോവും. അല്ലെങ്കിൽ ഞാൻ ഓടിക്കും. ആ രാമൻ നായർ മനസ്സിലായ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഗീതയുടെ മോഹവും അത് തന്നെയാണെന്നാണ് ജാനമ്മ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗോപിയും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അവളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിലാണല്ലോ ഏൽപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് സമാധാനമാണ് ഒരു അച്ഛന് വേണ്ടത്? അമ്മാവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവൾക്കൊരു കുറവും വരില്ല. അപ്പോ ഞാൻ കല്യാണത്തിന് ഉടനെ ഏർപ്പാട് ചെയ്യാമല്ലോ. എല്ലാം അമ്മാവന്റെ ഇഷ്ടം. പൊന്നമ്മയോ? എന്താ പൊന്നമ്മ ഈ രാത്രി? അയ്യോ അങ്ങുന്നേ, എന്നെ ഒരു യക്ഷി ഇട്ട് ഓടിച്ചു. അതാ ഞാൻ പേടിച്ചിങ്ങോട്ട് ഓടിപ്പോന്നത്. യക്ഷിയോ? അതെ അങ്ങുന്നേ, രാത്രി ഞാനിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. നേരം വെളുത്ത് അവിടെ പോയിക്കോളാം. എന്താ നനഞ്ഞിരിക്കുന്നത്? അത് ഞാനിങ്ങോട്ട് ഓടി വരുന്ന വഴി കുളത്ത് വീണതാ. എനിക്കൊരു മുണ്ട് തരാമോ? ഇതൊക്കെ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തോട്ടെ. ഇതാ, ആ വരാന്തയിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളൂ. ആ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ അങ്ങനെ എനിക്ക് പ്രാന്തൊന്നുമില്ല. ഞാൻ ആ മുറി കിടന്നുറങ്ങുമ്പോ ഒരു കറുത്തരവും വന്ന് എന്റെ കഴുത്തിലിങ്ങനെ കുത്തിപ്പിടിച്ചു. അതാ ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത്. അയ്യോ അങ്ങനെ എനിക്ക് ഒന്നും പേടിക്കൊന്നും വേണ്ട. എഴുന്നേക്ക്. അങ്ങനെ ഞാനിവിടെ താഴെ കിടന്നോളാം. ഇവിടെ താഴെ ഒന്നും കിടക്കണ്ട, ആ മുറി പോയി കിടക്ക. എനിക്ക് പേടിയാകുന്നേ. പേടിക്കണ്ട, സ്വപ്നം കണ്ടതാ. അയ്യോ സ്വപ്നമൊന്നുമില്ല. അതിങ്ങനെ കറുത്ത എന്റെ കഴുത്തിലിങ്ങനെ വന്ന് പിടിച്ചു. അയ്യോ ദേ പാട് വരെ ഉണ്ടല്ലേ. എന്താ ഇത്? പോയി കിടന്നുറങ്ങ്, പോയി കിടന്നുറങ്ങ്. പോകാനല്ലേ പറഞ്ഞത്? അപ്പൊ അവനെ കൊന്നോട്ടല്ലേ? നിന്നെ ആരും കൊള്ളിയും തിന്നുകയൊന്നുമില്ല. പോയി കിടന്നുറങ്ങ്. പോകാൻ.
ഇന്നലെ രാത്രി ആ പൊന്നമ്മയുടെ വന്നായിരുന്നോ? ആ അവിടെ ഇന്നലെ രാത്രി ഒരു പ്രേതത്തിനെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. ഞാൻ ആ വരാന്തിയിൽ കിടന്നോളാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വിളി കേട്ടു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോ അവൾ എന്റെ മുറിക്കകത്ത് നിൽക്കുന്നു. ഞാൻ കാരണം ചോദിച്ചു. അപ്പൊ അവൾ പറയുകയായിരുന്നു, അവളുടെ കഴുത്തിൽ ആരോ ഒരു പ്രേതം വന്നിങ്ങനെ കുത്തിപ്പിടിച്ചുവെന്നോ. സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നമൊന്നും അല്ല കുഞ്ഞേ, ഇതെല്ലാം ഇവിടെ പതിവാ. എന്തോന്ന് പതിവ്? കുഞ്ഞേ, ഞാൻ ഇത് എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു. ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട്.